ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലായിടത്തും മഴയൊക്കെ ആണല്ലോ അല്ലേ? മഴ തുടങ്ങി. നമ്മളെ ജൂൺ മാസം ഇങ്ങെത്തി, മഴയും തുടങ്ങി. പ്ലാന്റ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. മഴയൊക്കെ കൊണ്ടിട്ട് അവരുടെ ആ ഫേസൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നലെ വരെ ഡള്ളായി നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഭയങ്കര നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാലാപ്പാടി മാവ്, ഇതിപ്പോൾ ഈ പ്രാവശ്യം ആദ്യം പൂത്തതാണ്. ആ ഫ്ലവറിന് പൊട്ടിച്ച് കളയണം, ഇപ്പം നിർത്താറായിട്ടില്ല. ഇത് രംഗൂൺ ക്രീപ്പർ അടിപൊളിയായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഈ പൂക്കൾ കണ്ടപ്പോൾ ഇത് കട്ട് ചെയ്യാനും തോന്നിയില്ല. പ്രൂൺ ചെയ്ത് നിർത്തുന്ന ഒരു ടൈമാണ് ഇപ്പം. ഈ ഫ്ലവർ ഇല്ലാത്തൊരു ടൈം നോക്കിയിട്ട് അത് കട്ട് ചെയ്യണം. എല്ലാ ചെടികളും നല്ല ഹാപ്പിയിലാണ് നിൽക്കുന്നത്. കാലാപ്പാടി മാവ് പ്രൂൺ ചെയ്തതാണ്. ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് മാവ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ. പിന്നെ ഇത് നമ്മുടെ അഡീനിയം മദർ പ്ലാന്റ്സ്, ഇതൊക്കെ ഞാൻ ഈ പ്രാവശ്യം റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. വലിയ ബോട്ടിലേക്ക് ആക്കി മാറ്റി വെച്ചതാണ്. മണൽ കൂടുതലുള്ള മണ്ണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴയത്ത് വെച്ചാലൊരു പ്രശ്നം വരാറില്ല. വെള്ളം കെട്ടി നിന്ന് ചീയൽ വരുന്നതൊക്കെ മണ്ണിൻ്റെ നീർവാർച്ച കുറവ് കൊണ്ട് വരുന്നതാണ്. മണ്ണ് വെള്ളം കെട്ടി നിന്നാൽ ഉറപ്പായിട്ടും കോഡക്സൊക്കെ ചീഞ്ഞ് അടീനിയം നശിച്ചു പോകും. ഇങ്ങനെ വെക്കണ സമയത്ത് വെയിൽ വരുമ്പോൾ വെയിലും കിട്ടും, മഴ വരുമ്പോൾ മഴ കിട്ടിയാലും അപ്പോൾ പ്രശ്നം വരില്ല. വെയിൽ വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെയിലും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ അതും അടീനിയത്തിന് ദോഷം തന്നെയാണ്. ഇങ്ങനെ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വെയിലും കൂടെ അടിക്കണ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അറ്റത്ത് ഫ്ലവർ വന്നിട്ട് പൊഴിഞ്ഞ് അവിടെ തന്നെ തങ്ങി നിന്നാൽ ആ ഭാഗം ചീയൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വെരിഗേറ്റഡ് നന്ദ്യാർവട്ടം ഉണ്ടല്ലോ, ആ നന്ദ്യാർവട്ടം പുഴുശല്യം വന്നിട്ട് ആകെ പുഴുക്കൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പെസ്റ്റിസൈഡൊക്കെ ഞാൻ അടിച്ചു കൊടുത്ത് തന്നെയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം. കുറച്ച് ഞാൻ ഒരു പോട്ടിൽ ഇങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട്. റൂട്ട് ഹോർമോണിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ ബാക്കി വരുന്നത് ഞാൻ വേറൊരു ഐഡിയ ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ഈ ഒരു പോർഷനിൽ ഗ്രാസൊക്കെ പോയൊരു ഭാഗമാണ്. അവിടെ ഗ്രീൻ നന്ദ്യാർവട്ടവും വെരിഗേറ്റഡ് നന്ദ്യാർവട്ടം മിക്സ് ചെയ്തിട്ട് നട്ടുകൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.